ഹായ് എവരി വൺ, ആൾ ഓഫ് യു വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് ന്യൂ അപ്ഡേറ്റുമായിട്ടാണ്. അതിനു മുമ്പ് എൻ്റെ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ജസ്റ്റ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ ഒന്ന് എനേബിൾ ചെയ്യാനും മറക്കരുത്. ഞാനിടുന്ന ഇൻഫോർമേറ്റീവായിട്ടുള്ള വീഡിയോസൊക്കെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതാണ്. ഡിസ്റ്റൻസ് എഡ്യൂക്കേഷനുമായി ബന്ധപ്പെട്ട ഒരു വീഡിയോ ആണിത്. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിൽ ഡിഗ്രിക്കും പി ജിക്കും വേണ്ടിയിട്ട് ഒരുപാട് പേര് ഡിസ്റ്റൻസായിട്ട് അഡ്മിഷൻ എടുക്കാൻ ആഗ്രഹിക്കുന്നവരുണ്ട്. അവർക്കൊക്കെ വേണ്ടിയിട്ടുള്ളൊരു വീഡിയോ ആണിത്. പലരും ആകാംക്ഷയോടെ കാത്തിരിക്കുന്ന ഒന്നാണ് ഡിസ്റ്റൻസായിട്ട് ഡിഗ്രി ചെയ്യുന്നവരാണെങ്കിലും പി ജി ചെയ്യുന്നവരാണെങ്കിലും അഡ്മിഷൻ എപ്പോഴാണ് തുടങ്ങുന്നത് എന്ന്. നോട്ടിഫിക്കേഷൻ വന്നു കഴിഞ്ഞാൽ മാത്രമേ എപ്പോഴാണ് അഡ്മിഷൻ എന്ന് പറയാനായിട്ട് കഴിയുള്ളൂ. എങ്കിലും 2023 ഡിസ്റ്റൻസുകാർക്ക് പി ജിക്കായാലും ഡിഗ്രിക്കായാലും അഡ്മിഷൻ സ്റ്റാർട്ട് ചെയ്തിരുന്നത് ഓഗസ്റ്റ് സെപ്റ്റംബർ മാസങ്ങളിലാണ് സ്റ്റാർട്ട് ചെയ്തിരുന്നത്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഓഗസ്റ്റ് സെപ്റ്റംബർ മാസങ്ങളിലായിട്ട് അഡ്മിഷനായിട്ട് വിളിക്കും. ഇപ്പോൾ വന്ന നോട്ടിഫിക്കേഷനെ കുറിച്ചല്ല പറഞ്ഞത്. കഴിഞ്ഞ വർഷം 2023 വന്ന ഡിഗ്രിക്കും പി ജിക്കും വന്ന അഡ്മിഷൻ ഏത് മാസങ്ങളിലായിരുന്നു എന്നാണ് പറഞ്ഞത്. ഏകദേശം നിങ്ങൾക്ക് മനസ്സിലാക്കാം, ഓഗസ്റ്റ് സെപ്റ്റംബർ മാസങ്ങളിലായിട്ട് ഡിസ്റ്റൻസുകാർക്ക് ഡിഗ്രിക്കായാലും പി ജിക്കായാലും അഡ്മിഷൻ വിളിക്കുമെന്നുള്ളത്. മറ്റൊരു ഡൗട്ടാണ് ഫീസിൻ്റെ കാര്യം എന്ന് പറയുന്നത്. ഫീസിൻ്റെ കാര്യം നമുക്ക് നോട്ടിഫിക്കേഷൻ വന്നു കഴിഞ്ഞാൽ മാത്രമേ പറയാൻ പറ്റുള്ളൂ. കാരണം BA, BBA, BCA എന്നിങ്ങനെ വിവിധ കോഴ്സുകളുണ്ട്. അതിനൊക്കെ വിവിധ ഫീസ് സ്ട്രക്ചർ ആയിരിക്കും. അത് നോട്ടിഫിക്കേഷൻ വന്നാൽ മാത്രമേ നമുക്ക് പറയാൻ കഴിയുള്ളൂ. വ്യത്യസ്തമായിരിക്കും, പല കോഴ്സിനും വ്യത്യസ്തമായിരിക്കും ഫീസുകൾ. അതുപോലെ തന്നെ ട്യൂഷൻ ഫീസ് ആയാലും നോട്ടിഫിക്കേഷൻ വന്നു കഴിഞ്ഞാൽ കൃത്യമായിട്ട് അറിയാം. ഓരോ വർഷത്തിലും വരുന്ന 3 വർഷങ്ങളിലായി വരുന്ന ട്യൂഷൻ ഫീസിനെ കുറിച്ചും ഒക്കെ നോട്ടിഫിക്കേഷനിലുണ്ടാവും. വന്നു കഴിഞ്ഞാൽ ഞാൻ എന്തായാലും വീഡിയോ അപ്ലോഡ് ചെയ്യുന്നതാണ്. അഡ്മിഷൻ്റെയും ഫീസിനെയും കുറിച്ചിട്ട് ഇപ്പോൾ പറഞ്ഞു. അതുപോലെ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിൽ ഡിസ്റ്റൻസായി ഡിഗ്രി ആയാലും പി ജി ആയാലും ചെയ്തു കഴിഞ്ഞാൽ അത് വാല്യൂ ഉണ്ടാകുമോ എന്നാണ് മറ്റൊരു ക്വസ്റ്റ്യൻ. എങ്ങനെയാണോ റെഗുലറായി കോളേജിൽ പോയി പഠിക്കുന്ന അതേപോലെ നമുക്ക് ഡിസ്റ്റൻസായിട്ട് ഡിഗ്രി പഠിച്ചാലും അതേ വാല്യൂ നമുക്ക് ഈ സർട്ടിഫിക്കറ്റിനും കിട്ടുന്നതാണ്. അതിൽ യാതൊരു വിധത്തിലുള്ള സംശയവും. UGC അംഗീകാരമുള്ള സർട്ടിഫിക്കറ്റ് തന്നെയായിരിക്കും നിങ്ങളുടേതും. ഡിസ്റ്റൻസായി വീട്ടിലിരുന്ന് ഡിസ്റ്റൻസായി കോണ്ടാക്റ്റ് ക്ലാസ്സുകളിലൊക്കെ മാത്രം പങ്കെടുത്ത് വീട്ടിലിരുന്ന് പഠിക്കുന്നത് കൊണ്ട് അത് വാല്യുബിൾ അല്ല എന്നൊന്നുമില്ല. അത് കോളേജിൽ പോയി പഠിക്കുന്ന അതേ ഒരു വാല്യുബിൾ ആയിട്ടുള്ളൊരു സർട്ടിഫിക്കറ്റ് തന്നെയായിരിക്കും നിങ്ങളുടേതും. റെഗുലറായി പോയി പഠിക്കാൻ പറ്റുന്നില്ലല്ലോ എന്ന് ആലോചിച്ച് നിങ്ങൾക്ക് ഒരു ഡൗട്ടും വേണ്ട. നിങ്ങൾ ഡിസ്റ്റൻസായി പഠിച്ചാലും നിങ്ങൾക്ക് UGC അംഗീകരിച്ച സർട്ടിഫിക്കറ്റ് ആയിരിക്കും. മറ്റൊരു ഡൗട്ടാണ് ഡിഗ്രിക്കും പി ജിക്കൊക്കെ ഏതൊക്കെ കോഴ്സുകളാണ് ഉണ്ടാവുക എന്നത്. നോട്ടിഫിക്കേഷൻ വന്നു കഴിഞ്ഞാൽ മാത്രമേ ഏതൊക്കെ കോഴ്സുകളാണ് ഉണ്ടാവുക എന്നത് കൃത്യമായി പറയാൻ കഴിയുള്ളൂ. ഓക്കെ, എങ്കിലും കഴിഞ്ഞ വർഷം ഏതൊക്കെ കോഴ്സുകളാണ് ഉണ്ടായിരുന്നത് എന്നൊരു ഡീറ്റെയിൽഡ് ആയിട്ടുള്ളൊരു വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു. പക്ഷേ കഴിഞ്ഞ വർഷം ഉണ്ടായിരുന്ന അതേ കോഴ്സുകൾ ഈ വർഷം ഉണ്ടാകണമെന്നില്ല. കാരണം ചിലപ്പോൾ യൂണിവേഴ്സിറ്റി ചില കോഴ്സുകൾ ആഡ് ചെയ്തേക്കാം, ചില കോഴ്സുകൾ റിമൂവ് ചെയ്തേക്കാം. കഴിഞ്ഞ വർഷം ഉണ്ടായിരുന്ന കോഴ്സുകളിൽ നിന്ന് ഏതെങ്കിലും ഒന്ന് എടുത്തു മാറ്റും, ചിലത് ആഡ് ചെയ്യും. അങ്ങനെയൊക്കെ ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. ഇനിയിപ്പോൾ കൃത്യമായി പറയണമെങ്കിൽ നോട്ടിഫിക്കേഷൻ വന്നാൽ മാത്രമേ ഇതിനൊരു ക്ലാരിഫിക്കേഷൻ ഉണ്ടാകുകയുള്ളൂ. നോട്ടിഫിക്കേഷൻ വന്നു കഴിഞ്ഞാൽ ഉടനെ ഞാൻ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നതാണ്. ഈ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു. യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ ചാനൽ ജസ്റ്റ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്